KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 17/1/2026 അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, അതായത് 293/2025 ഈ തസ്തികയിലേക്കുള്ള, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു, SC/ST ഒള്ളിയാണ്. അപ്പോൾ അതിന്റെ പരീക്ഷ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിന്റെ പരീക്ഷ രാവിലെ 10:30 AM ടു 12:20 PM വരെയായിരുന്നു പരീക്ഷ. പ്രസ്തുത പരീക്ഷ വളരെയധികം മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഒരു പരീക്ഷയായിരുന്നു എങ്കിൽ പോലും വേക്കൻസി എടുത്തു നോക്കിയാൽ ഒരു വേക്കൻസി മാത്രമാണ് ഉള്ളത്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സാറേ വേക്കൻസി കുറവാണല്ലോ, ഞങ്ങൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമുണ്ടോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ട ഒരു പരീക്ഷയാണിത്. എങ്കിലും കൺഫർമേഷൻ കൊടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഞാൻ പറഞ്ഞു, പരീക്ഷയൊക്കെ തന്നെ എഴുതിക്കോളൂ, നിങ്ങൾ ഒരു മത്സര ബുദ്ധിയോട് തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീടല്ലേ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ 21,965 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. അതിൽ 63-64% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ പുറത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പരീക്ഷ അവലോകനത്തെ സംബന്ധിച്ചൊക്കെ വിശദമായ ഒരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം പറയുകയാണെങ്കിൽ, പൊതുവെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. മത്സരബുദ്ധിയോടുകൂടി തന്നെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെ ഫേസ് ചെയ്തു എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുടെയും അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പൊതുവെ കോമൺ ആയിട്ടുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ പ്രസ്തുത പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഏറ്റവും PSCയുടെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രസ്തുത പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസും ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അപ്പോൾ ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 59,300, 120,900 ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത്. നല്ല ശമ്പള സ്കെയിലുള്ള ഒരു തസ്തികയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയാൽ നല്ല ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു ജോലിയായി ഇതിനെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പരിശ്രമിച്ച് ടോപ്പ് റാങ്കിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഒരു 55-ന് മുകളിലും 63-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർ നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് അധികം വൈകാതെ തന്നെ 120 ദിവസങ്ങളിലേക്ക് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഷോർട്ട് ലിസ്റ്റിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ആ വരുന്ന മെസ്സേജുകൾ അനുസരിച്ച് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നടത്തിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. വേക്കൻസിയെ സംബന്ധിച്ചും ശമ്പള സ്കെയിലിനെ സംബന്ധിച്ചും അതുപോലെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും പരീക്ഷയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.